ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാരിയും സരയുവും മനുവും കൂടി കണി കണ്ടു നിൽക്കുകയാണ്. അതേ സമയത്ത് ശാരി പറയുന്നുണ്ട്, എൻ്റെ കണി ഇന്ന് വളരെ മോശമായി പോയി, എൻ്റെ കൊല മുഴുവൻ നശിച്ചു എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രാഹുലിന്. അതേ സമയത്ത് രാഹുൽ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മനു പറയാണ്, ദേ വന്നല്ലോ അച്ഛൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് നോക്കി നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ രാഹുലിനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് അവർ മൂന്ന് പേരും. പിന്നീട് ശാരി സരയുവിനും മനുവിനും കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രാഹുലിനോടായിട്ട് ശാരി പറയുന്നുണ്ട്, എന്താ നോക്കി നിൽക്കുന്നത്, മുതിർന്നവർ താഴെയുള്ളവർക്കല്ലേ കൊടുക്കേണ്ടത്, നിങ്ങൾ മക്കൾക്ക് കൈനീട്ടം കൊടുക്കുക എന്ന് പറയുകയാണ്. അതേ സമയത്ത് രാഹുൽ മനസ്സോടുകൂടി തന്നെ മനുവിന് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സരയുവിന് ഇങ്ങനെ നീട്ടുന്ന സമയത്ത് സരയു അത് വാങ്ങിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശാരി പറയുന്നുണ്ട്, സാരില്ല മോള് വാങ്ങിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കുകയാണ് അവള്. അതിനുശേഷം ശാരി പറയുന്നുണ്ട്, എന്തേ എനിക്ക് തരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്നും രാഹുൽ പോവുകയാണ്. എന്തായാലും നമുക്ക് ആൻറ്റിയുടെ അരികിലേക്ക് പോവാം, ആൻറ്റി എന്തായാലും ഇവിടേക്ക് വന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ നമുക്ക് രണ്ടാക്കം പോവാമെന്ന് പറയുന്നത്. അപ്പം മനുവേട്ടൻ പോരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് സാറേ. ഇപ്പം മനു പറയുന്നുണ്ട് ഞാനില്ല എന്ന് പറയുന്നു. അപ്പോൾ രാഹുൽ പറയണം, എങ്കിൽ ഞാൻ വരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ വരണ്ട, ഞങ്ങൾ രണ്ടാളും പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ശാരിയും സരയും അകത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. ശാരിയും സരയും അകത്തേക്ക് പോകുമ്പോൾ മനു നമ്മുടെ രാഹുലിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങൾ എനിക്ക് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ എനിക്ക് ആ കൈനീട്ടം തന്നതെന്ന് പറയുമ്പോൾ എന്താ സംശയം എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവരങ്ങനെ തർക്കിച്ച് നിൽക്കുകയും ചെയ്യാണ്. എന്നിട്ട് പിന്നീട് കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ ശാരിയും സരയും കൂടിയിട്ട് നേരെ പോകുന്നുണ്ട് രൂപയുടെ വീട്ടിലേക്കായിട്ട്. അപ്പോൾ രൂപയുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും വളരെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രസേനാണെങ്കിൽ എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ വാങ്ങിച്ച് വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് ബെല്ലടിക്കുകയാണ് പുറത്ത്. അപ്പോൾ വാതിൽ തുറക്കുന്നത് കല്യാണിയാണ്. അപ്പൊ കല്യാണിയെ കാണുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് സരയും ശാരിയും. നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണിയോടായിട്ട്. കല്യാണിയും ആകെ പകച്ചു പോയി നിൽക്കുകയാണ്. അയ്യോ ഇവരാണ് വരുന്നതെന്ന് കല്യാണിയും പ്രതീക്ഷിച്ചില്ല. അതിനുശേഷം കല്യാണം അങ്ങനെ പുറകിലേക്കായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ അവരകത്തേക്ക് കയറി വരുമ്പോൾ മറ്റൊരു കാഴ്ചയും കൂടി കണ്ട് അവരുടെ ഹൃദയം നിന്നു പോകുന്ന ആ ഒരു കാഴ്ച കാണുകയാണ്. രൂപയുടെ അരികിലായിട്ട് സോണിയും അതുപോലെ തന്നെ കിരണിന്റെ കുഞ്ഞും സോണിയുടെ കുഞ്ഞും അതുപോലെ തന്നെ കൂടാതെ ചന്ദ്രസേനനും നിൽക്കുന്നത് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ആകെ വല്ലാതെ ആവുകയാണ്. നേരെ രൂപയുടെ അരികിലേക്കായിട്ട് കലി തുള്ളിക്കൊണ്ട് വരികയാണെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രൂപ ഇതൊക്കെയെന്ന് ചോദിക്കുകയാണ്. ഇതിനായിരുന്നെങ്കിൽ ഞങ്ങളെ ഇവിടേക്ക് വരത്താതിരിക്കായിരുന്നില്ലേ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് രൂപയോടായിട്ട്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഇവിടേക്ക് വരാനായെന്ന് രൂപ തക്ക മറുപടിയും കൊടുക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ നീ ഫോൺ വിളിച്ചിട്ട് എടുത്തുമില്ല, പിന്നെ വന്നുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും എന്നെ വിളിക്കുമെന്ന് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് എന്ന് രൂപ മറുപടി പറയുകയും ചെയ്യുകയാണ്. എന്തായാലും നല്ലൊരു കണി തന്നെയാണ്, വേണമെങ്കിൽ കണി കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ചന്ദ്രസേനന്. ഇതെന്റെ ഭർത്താവും മക്കളും എൻ്റെ മരുമകളും അതുപോലെ കൊച്ചുമക്കളൊക്കെ ചേർന്നിട്ടാണ് ഇക്കൊല്ലം ഞാൻ വിഷു ആഘോഷിക്കുന്നത്. ഇവരെന്തായാലും എൻ്റെ കൂടെ ഇന്നലെ വന്നതാണ്, കണിയൊരുക്കിയത് എൻ്റെ കല്യാണി മോളാണ് എന്നൊക്കെ രൂപ പറയുമ്പോൾ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. വാക്കുകൾ വിശ്വസിക്കാൻ പറ്റാതെ അങ്ങനെ സേന പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യുക, എന്തായാലും വന്നതല്ലേ, കണിയും കണ്ട് വേണമെങ്കിൽ കൈനീട്ടം വാങ്ങിയിട്ട് പൊക്കോ എന്ന് പറയുന്നുണ്ട്. ആർക്ക് വേണം നിങ്ങളുടെ കൈനീട്ട്, ഞങ്ങൾ ഒരിക്കലും കണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശാരി. അപ്പോൾ എങ്കിൽ പിന്നെ എന്തിനാ നിൽക്കുന്നത്, പൊക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് രൂപ. അങ്ങനെ ഇത് വല്ലാത്തൊരു കൊടും ചതിയായിപ്പോയി, എന്തായാലും ഇതിന് ദൈവം ചോദിക്കും ആൻറ്റി എന്നൊക്കെ സരയും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ദേഷ്യത്തോട് വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കൈയും പിടിച്ച് ശാരിയും സരയും പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവരവിടെ നിന്നും പോയതിനു ശേഷം എല്ലാവരും വല്ലാത്തൊരു അത്ഭുതത്തിൽ നിൽക്കുകയാണ്. എന്താ രൂപ ഇങ്ങനെയൊക്കെ ചെയ്തത്, രൂപ എന്താണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് സേനൻ ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് കല്യാണി പറയണം, അത് ശരിയാണ്, അച്ഛനും അമ്മയും ഒന്നിച്ച വിവരം പോലും ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു, അത്രയും പേടിയോട് കൂടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നിട്ട് ഇപ്പം എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കുകയാണോ അമ്മ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് രൂപ പറയുകയാണ് ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ, ഇതിൻ്റെ പുറകിലൊക്കെ വേറൊരു കാര്യമുണ്ട്, എന്തായാലും വാ നമുക്ക് കണിയൊക്കെ കണ്ടില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ആഹാരം ഉണ്ടാക്കാം, വാ കല്യാണി മോളെ, എന്നിട്ട് അതിനുശേഷം നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കല്യാണിയും രൂപയും അടുക്കളയ്ക്ക് പോവുകയാണ്. എന്താ രൂപയുടെ മനസ്സിലൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് സേനൻ പറയുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, ഇനി ഇതും അച്ഛനും അമ്മയും കൂടിയുള്ള കളിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലടാ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് സേനൻ മറുപടി പറയുന്നുണ്ട് കിരണോടായിട്ട്.
അതിനുശേഷം കാണിക്കുന്നത് ഷാരിയും സരയും കാറിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവർ വല്ലാത്തൊരു ചതിയായിപ്പോയി നമ്മളോട് ചെയ്തത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതൊന്നും എന്നൊക്കെ പറയുന്നുണ്ട് ഷാരിയും അതുപോലെ തന്നെ സരയും ആ സമയത്ത് വക്കീല് ഒപ്പിടേണ്ട നേരത്ത് അഡ്വാൻസ് കൊടുക്കേണ്ട നേരത്ത് വക്കീൽ വന്നതും അത് സ്റ്റേ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ അവരുടെ കളികളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ സരയു കൺസ്ട്രക്ഷൻ അവരുടെ പേരിലാക്കിയതും ഒക്കെ ഈ ആൻറ്റിയുടെ കളിയായിരുന്നു. എനിക്കിപ്പോൾ കൊല്ലാൻ തോന്നുന്നത് കല്യാണിയെയും കിരണിനെയും അല്ല ഈ ആൻറ്റിയെ തന്നെയാണ് എന്നൊക്കെ സരയു പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അത് ശരിയാണ്, ഇനിയിപ്പോൾ അച്ഛൻ ഇതൊക്കെ അറിയായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സരയു. അപ്പോൾ ആ സമയത്ത് പറയാൻ പറ്റില്ല മോളെ, ചിലപ്പോൾ ഇതൊക്കെ നേരത്തോടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അച്ഛൻ്റെ മാനസിക നില ഇങ്ങനെ ആയത് എന്നൊക്കെ അവരിങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്ന് പറയാം, അപ്പോഴെന്താ പ്രതികരണം എന്നറിയാലോ എന്നിങ്ങനെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ വേഗം തന്നെ വീട്ടിലേക്ക് വരികയാണ്. നമ്മുടെ രാഹുലാണെങ്കിൽ അങ്ങനെ ഒരു കുലുക്കവും ഇല്ലാതെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ വളരെ ദേഷ്യത്തോടു കൂടി വരികയാണ്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് എന്താ രൂപയുടെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ മടങ്ങിയത് അവിടെ വലിയൊരു കണി തന്നെയാണ് വെച്ചിട്ടുള്ളത്, അതൊക്കെ കണ്ട് വയറ് നിറഞ്ഞു മരിക്കണമെന്ന് തോന്നിപ്പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ. നിങ്ങളും കൂടി വരേണ്ടതായിരുന്നു, നിങ്ങളാണ് ആദ്യം കാണേണ്ടത് ആ കണി എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ ദേഷ്യത്തിൽ തന്നെ പൊട്ടിത്തെറിക്കുകയാണ് ഷാരിയും സരയും. എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മനുവും വന്ന് ചോദിക്കണം എന്താ അമ്മ അവിടെ ഉണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയാണ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് വിഷു ആഘോഷിക്കാനായിട്ട് അവരുടെ മക്കളും അതുപോലെ മരുമോളും പേരക്കിടാങ്ങളും അതുപോലെ കൂടാതെ അവളുടെ ഭർത്താവും ആ സേനനും ഉണ്ടായിരുന്നു, അവർക്കൊപ്പമാണ് അവർ വിഷു ആഘോഷിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലാണ് മനുവിനുണ്ടാകുന്നത്. പക്ഷേ രാഹുലിന് ഒരു കുലുക്കവും ഇല്ല. രാഹുൽ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ഇതൊന്നും കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ നുണ പറയുന്നതാ, ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളിവിടെ വന്ന് പറയുന്നതല്ലേ എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അതെ, ഞങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറയാനായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ വട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി പോവുകയാണ്. എന്തായാലും നമ്മുടെ മോളെ പറ്റിച്ചു, അവളുടെ സ്വത്തുക്കളൊക്കെ നമ്മുടെ മകൾക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറ്റിക്കുകയാണ് ഇതുവരെയും ചെയ്തത്. ഇനിയിപ്പോൾ ഒരു അത്താണി എന്ന് പറയുന്നത് നമ്മുടെ ഈ മനുമോനാണ്. ഇനി ഈ മനുമോനെ നിങ്ങൾ തള്ളി പറയരുത്, ഇത് നമ്മുടെ ഒരു കച്ചിത്തുരുമ്പാണ്, ഇനി ഇവനെ ഒന്നും പറയാൻ പാടില്ല നിങ്ങളെന്ന് ദേഷ്യത്തോടു കൂടി തന്നെ ഷാരിയും സരയും അകത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം മനു രാഹുലിനോടായിട്ട് പറയുന്നുണ്ട് കേട്ടല്ലോ അവർ പറഞ്ഞത്, ഇനിയിപ്പോൾ നിങ്ങളെ പെങ്ങള് നിങ്ങളെ ചതിക്കുകയായിരുന്നു, അത്രയും ഇനിയിപ്പോൾ എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ എന്തെന്ന് വെച്ചിട്ടാണ് നോക്കിയിരിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാഹുൽ മനുവിനോടായിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും കുഴപ്പമില്ല, എന്തായാലും നീയല്ലേ സ്വത്തുക്കളൊക്കെ ആഗ്രഹിച്ചത്, നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് മനുവിന് ചുട്ട മറുപടിയും രാഹുൽ കൊടുക്കുകയാണ്. അപ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതിനുള്ള മറുപടി എന്തായാലും തന്നിരിക്കും, ഞാൻ വെറുതെ ഒന്നും ഇരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുവും ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ്. ഇനിയിപ്പോൾ ആ സേനൻ്റെ കുറ്റങ്ങളൊക്കെ ഞാരോട് ചെന്ന് പറയും, അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. പിന്നീട് രാഹുൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നടന്ന ഡ്രാമ ഇവർക്ക് ഒന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കുന്ന രാഹുലിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്